ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് സ്വിസ് സഞ്ചാരി. ആഫ്രിക്കയുടെ ആത്മാവ് സജീവമാകുന്ന പിലാനസ്ബെർഗ് നാഷണൽ പാർക്കിന്റെ മാന്ത്രികതയിലൂടെ ഞങ്ങളുടെ അവിസ്മരണീയമായ ആദ്യ സഫാരി യാത്രാ വിസ്മയ കാഴ്ചകളിലേക്ക് സ്വാഗതം. രാവിലെ 5 മണിക്ക് അലാറം ഞങ്ങളെ ഉണർത്തി. ധൃതി പിടിച്ച് കാര്യങ്ങളെല്ലാം നടത്തി. 6 മണിക്ക് തന്നെ ഞങ്ങൾ ഹോട്ടലിന്റെ മുൻ കവാടത്തിൽ എത്തി. നേരം പരപര വെളുക്കുന്നതേയുള്ളൂ. പ്രാതൽ ഒരു കവറിലാക്കി വച്ചിരിക്കുന്നു. എല്ലാവരും ഓരോന്നെടുത്തു. കവറും തൂക്കി കാത്തുനിൽപ്പായി. സഫാരി വണ്ടി എത്തിയിട്ടില്ല. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കക്കാർ നമ്മൾ ഇന്ത്യക്കാരെക്കാൾ ഒരു പടി മേലെയാണെന്ന് തോന്നുന്നു. അരമണിക്കൂർ വൈകി 2 വണ്ടി എത്തി. വണ്ടിയിൽ കയറിയതേ ചിലർ പൊതി തുറന്ന് തീറ്റ തുടങ്ങി. പിലാനസ്ബെർഗ് ദേശീയ ഉദ്യാനം ഉണരുന്നതേയുള്ളൂ. അതിപുരാതന കാലത്തെ അഗ്നിപർവ്വത ഗർത്തം ഇപ്പോൾ ജീവനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൃദ്ധമായ ഒരു പറുദീസയാണ്. ഇത്തരത്തിലുള്ള ഒരു യാത്രാ അനുഭവം ആദ്യമായിട്ടാണ്. തുറന്ന വണ്ടിയിൽ വന്യമൃഗങ്ങൾ അടക്കി വാഴുന്ന പ്രദേശത്തൂടെ അതിന്റെ ആവേശവും ആകാംക്ഷയും ഭയവുമുണ്ട്. വണ്ടി ഓടിത്തുടങ്ങിയതോടെ നന്നായി തണുക്കാൻ തുടങ്ങി. എല്ലാവരും വണ്ടിയിലുണ്ടായിരുന്ന കമ്പിളിയെടുത്ത് വാരിപ്പുതച്ചു. ജൂണിലാണ് സൗത്ത് ആഫ്രിക്കയിൽ വിന്റർ ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി രാത്രിയിലും രാവിലെയും ഒരുവിധം നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ പിലാനസ്ബെർഗ് ദേശീയ ഉദ്യാനത്തിലൂടെയുള്ള സഫാരി ത്രസിപ്പിക്കുന്ന ഒന്നാണ്. വൈവിധ്യമാർന്ന വന്യജീവികളെ ധാരാളം കാണാം. പാർക്കിന്റെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിലൂടെ അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ആസ്വദിച്ചുള്ള ഓപ്പൺ സഫാരി ഒരു കിടിലൻ അനുഭവമാണ്. പിലാനസ്ബെർഗ് ദേശീയ ഉദ്യാനം ദക്ഷിണാഫ്രിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിൽ റസ്റ്റൻബെർഗ് നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. 1979 സ്ഥാപിതമായ ഈ പാർക്കിന് ഏകദേശം 550 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. തുറസായ പുൽമേടുകൾ, ഇടതൂർന്ന പള്ളക്കാടുകൾ, മരങ്ങൾ നിറഞ്ഞ താഴ്വരകൾ, ചെറുകുന്നുകൾ, മലകൾ, തടാകങ്ങൾ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ എന്നിവയുടെ മിശ്രിതമാണ് പിലാനസ്ബെർഗിലെ ഭൂപ്രകൃതി. ബിഗ് 5 എന്ന് വിളിക്കുന്ന സിംഹം, പുള്ളിപ്പുലി, ആന, കണ്ടാമൃഗം, കാട്ടുപോത്ത് എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. കൂടാതെ ചീറ്റകൾ, ഹിപ്പോകൾ, ജിറാഫുകൾ, പലതരം ഉറുമ്പുകൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ജീവിവർഗങ്ങൾ ഈ പാർക്കിലുണ്ട്. പക്ഷി നിരീക്ഷകരുടെ പ്രിയ സങ്കേതമാണ് ഈ നാഷണൽ പാർക്ക്. വലിയ കഴുകന്മാർ മുതൽ വർണ്ണാഭമായ കിങ് ഫിഷറുകൾ വരെ 360-ലധികം പക്ഷി ഇനങ്ങളുള്ള ഈ പാർക്ക് പക്ഷി നിരീക്ഷകരുടെ പറുദീസ കൂടിയാണ്. മൃഗങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ കൂടുതലും നോക്കെത്താ ദൂരത്താണ്. ബൈനോക്കുലർ വച്ച് നോക്കിയാൽ നന്നായി കാണാം. 2 മണിക്കൂർ ചുറ്റി കുറെ ആനകളെയും മറ്റു മൃഗങ്ങളെയും ചാരത്തും ദൂരത്തുമായി കണ്ടു. അതുകഴിഞ്ഞ് കാപ്പി കുടിക്കാനും ടോയ്ലറ്റിൽ പോകാനുമായി കാടിനുള്ളിൽ ഒരു ഇടവേള. ഇനിയും 1 മണിക്കൂർ കൂടി പാർക്കിനുള്ളിൽ കറങ്ങും. പിന്നെ നേരെ സൺസിറ്റി ഹോട്ടലിലേക്ക്. പാർക്കിന്റെ മറ്റൊരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ജോഹാനസ്ബെർഗിൽ നിന്നും പ്രിട്ടോറിയയിൽ നിന്നും ഏതാനും മണിക്കൂറുകൾ യാത്ര ചെയ്താൽ മതി പാർക്കിൽ എത്തിച്ചേരാൻ. പാർക്കിനുള്ളിലും സമീപത്തുമായി സന്ദർശകർക്ക് താമസിക്കാൻ ധാരാളം ലോഡ്ജുകളും ക്യാമ്പുകളുമുണ്ട്.
മനോഹരമായ ഗെയിം ഡ്രൈവുകൾക്കും ഗൈഡഡ് ടൂറുകൾക്കും ഈ പാർക്ക് പേരുകേട്ടതാണ്. ഇത് സന്ദർശകർക്ക് വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇറങ്ങി അവയെ അടുത്തറിയാൻ അനുവദിക്കുന്നു. മൊത്തത്തിൽ പിലാനസ്ബർഗ് ദേശീയോദ്യാനം പ്രകൃതി സൗന്ദര്യവും സമൃദ്ധമായ വന്യജീവികളും സന്ദർശക സൗകര്യങ്ങളുടെ ഒരു ശ്രേണിയും സംയോജിപ്പിക്കുന്ന ഒരു സുപ്രധാന സംരക്ഷണ മേഖലയാണ്. ഇത് പ്രകൃതി സ്നേഹികളും വിനോദസഞ്ചാരികളും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ആദ്യ സഫാരിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തങ്ങിയിരിക്കുന്ന ഹോട്ടലിൽ വീണ്ടും തിരിച്ചെത്തി. ഉച്ചഭക്ഷണം വാലി ഓഫ് വേവ്സ് വാട്ടർ പാർക്കിനുള്ളിലെ ഒരു റെസ്റ്റോറന്റിലാണ്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.